ഈ ഗോളടിക്കുന്നതിൽ അറിയാവോ? ശരിക്കും ഇത് സംഗതി ഗോളടിക്കണോ അല്ലെ അങ്ങനെ? അതൊന്നും അറിയില്ല. ഗോളടിക്കുന്നത് മറ്റേ അതിപ്പല്ലേ എങ്ങനെ മനസ്സിലാകും? കുറച്ച് അത്ര ചെറുതിലെങ്ങനെ മനസ്സിലാകാനാ? എന്നാലും 13 വയസ്സിലല്ലോ സാധാരണ കളിക്കുന്നത് മറ്റേ അടിക്കണോ അടിയോ എന്നൊന്നും നമ്മൾക്ക് അറിയില്ലല്ലോ. ഓൻ ശരിക്ക് അടിച്ചിട്ടുണ്ടാവില്ലേ ഗോള്? ശരി. എന്നാലും അങ്ങനെ പൂവിലെല്ലാം തൊട്ടിട്ട് തന്നെയാ കളിക്കല്? ചോദിക്കുന്ന ഞാൻ പറഞ്ഞല്ലേ, എല്ലാം മനസ്സിലാക്കുന്നതല്ലേ നമുക്ക്. ആണുങ്ങളെ കളി തുടങ്ങുന്ന അല്ല നമുക്കറിയാം. പക്ഷെങ്കിൽ ഇതൊന്നും ആരും പറയില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചേ. ഇവരൊക്കെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയായിരിക്കും ഇത്. പക്ഷെ പുറത്ത് കാണിക്കൂല ഇവർക്ക് കളിക്കണം എന്നുള്ളത്. ഇപ്പം ഒരുപാട് കളിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പല കോർട്ടിലും പോയി കളിക്കുന്നുണ്ട്. കളിക്കാനുണ്ടെങ്കിലും അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കൂല്ലേ ചെയ്യാ. പണ്ടിങ്ങനെ നമുക്കൊരു പ്രായപൂർത്തിയുള്ള ഒരു സമയവും നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിക്കണം എന്നുള്ള ഒരു കൗതുകം ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നും. അവരൊക്കെ കാണുമ്പോ പിന്നെ ഇങ്ങോട്ട് കാണുമ്പോ ഒന്നിച്ച് കളിക്കണേന്നുള്ള ഒരു ഇത് തോന്നും ആ പ്രായത്തില്. നമ്മളെ ഒരു ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ പോകുമ്പോ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കുന്നില്ലേ. അതൊക്കെ തോന്നും. നല്ല കാണുമ്പോ മനസ്സിലാവൂലേ നമുക്ക് നല്ല കളിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഒരു നല്ലൊരു കോർട്ടും കൂടി കിട്ടിയാൽ ഒരുമിച്ച് കളിക്കുന്നുള്ള ഇതൊക്കെ നമുക്ക് വരും. എല്ലാരും കളിക്കാൻ വരുമൊന്നുമില്ല. പക്ഷെ കളിയെല്ലാം ഒരുപാട് നടക്കുന്നില്ലേ? നിങ്ങള് സ്കൂളിലും പഠിക്കുമ്പല്ലോ സ്കൂളിലും വലിയ കോർട്ടൊക്കെ ഇല്ലേ, സൗകര്യമൊക്കെ ഇല്ലേ കളിക്കാനുള്ള? എല്ലാരും കളിക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരുപാട് ആൾക്കാർ കളിക്കുന്ന ആൾക്കാരിലുണ്ട്. കളിക്കുന്നയും ഗോളടിക്കുന്നയും അത് കഴിഞ്ഞിട്ട് ഇത് ട്രോഫി കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോ ഉണ്ട്. അതുപോലെ പണ്ടും ഉണ്ടാവൂലേ? പക്ഷെ ട്രോഫി വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അത്രേ ഉള്ളൂ. പണ്ടെങ്ങനെ കാണത്തക്ക ഇതൊന്നും ആരും കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല. കാണുന്ന വിധത്തിൽ ഇപ്പൊ ഗ്രൗണ്ട് മറ്റേ എന്ന് പറയണ്ടേ അന്നേരം ഇത്ര വലിയ സൗകര്യമൊന്നുമില്ലല്ലോ കളിക്കാൻ. ഇപ്പൊ പിന്നെ നല്ല സൗകര്യം ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ സൗകര്യം ഇല്ലാണ്ട് ഗ്രൗണ്ട് മറ്റേ അതിലുണ്ട് നല്ല സൗകര്യം ഇല്ലാണ്ട് നിന്നിട്ടോ ഇപ്പൊ അതിനായിട്ടുള്ള സ്ഥലം തന്നെ ഇല്ലേ കളിക്കാൻ? എല്ലാം ഉണ്ട്. അത് പക്ഷെ അങ്ങനൊന്നും ആരും പോകില്ല കളിക്കാനുണ്ട്. നമുക്ക് അടുത്തുള്ള അധികം തിരക്കില്ലാത്ത കോർട്ടിൽ പോയിട്ട് കളിക്കാനല്ലേ ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെയാണല്ലേ അവസ്ഥ. അപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര കാലം തുടർന്നിട്ടുണ്ടാവും ഈ മൂത്താപ്പന്റെ മോനായിട്ടുള്ള കളി? കുറച്ച് നല്ല കളിക്കാരത്തി ആയത് നടന്നായിരിക്കുമല്ലോ. എന്നാല് മറ്റേ എന്ന് പറയണ്ടേ കുത്തി കുത്തി ചോദിച്ചിട്ട് ചോദിക്കാനല്ലേ? അറിയാനല്ലേ? അല്ല അങ്ങനല്ല. എന്നോട് ഈ കളിയോട് ഇത്രയും വലിയ താല്പര്യവും ഇൻട്രസ്റ്റ് ഒക്കെ വരണ്ടെങ്കില് എന്നാണ് അതിന്റെ കുട്ടൻസ് ഒന്ന് കിട്ടണ്ടേ? കളിക്കാൻ കിട്ടിയ ആളാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരാള് കളിക്കാരനെ കിട്ടിയിട്ടില്ലല്ലേ? അതങ്ങനെയാണ്. അത് ചിലപ്പോ നീ ചെറുപ്പത്തിലേ കളിച്ച് വളർന്നുകൊണ്ടായിരിക്കും നിന്റെ കളി എനിക്ക് അധികം വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരാളെ കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
അതുകൊണ്ടാണല്ലോ ഞാനിപ്പം കളിക്കാൻ ആളെയും തേടി നടക്കുന്നു. ഉം? അതുകൊണ്ടായിരിക്കും ഞാനിപ്പം കളിക്കാൻ ആളെയും നോക്കി നടക്കുന്നു. നീ എന്തിനാ കളിക്കാൻ ആളെ നോക്കി നടക്കുന്നു? കളിക്കാൻ ആള് റെഡിയല്ലേ? അതെ, അങ്ങനെ പറഞ്ഞു. കളിക്കാൻ കോർട്ട് കിട്ടാതെ ഇതല്ലേ ഉള്ളൂ. എനിക്കിനെ കളിക്കാൻ ആളെ കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. കൈപ്പണി നന്നായിട്ട് അറിയാലോ. വീട്ടിൽ നിന്ന് കൈപ്പണി എടുക്കാമല്ലോ. ഇപ്പൊ കൈപ്പണി എടുക്കാനൊന്നും താല്പര്യമുണ്ടല്ലോ. കളിയില്ലാത്ത സമയത്ത് വേഗം പണി തീർക്കും, കളിക്കാൻ നിൽക്കാണ്ട്. ഇതിപ്പോ ഒരുമിച്ച് കളിക്കുന്ന ആൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്വന്തമായിട്ട് കൈപ്പണിയൊക്കെ എടുത്തിട്ടാണ് കണ്ടുന്നൂടെ. ആ പണിയങ്ങ് തീരുമല്ലോ. നീയെല്ലാം അറിഞ്ഞില്ലല്ലേ? എല്ലാം അറിഞ്ഞാന്നല്ലോ. നീ കംപ്ലീറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ഈ ഇത് സ്കൂളിൽ പഠിക്കുമ്പോ ഈ വേറെ ആരുമായിട്ടൊന്നും ഒരുമിച്ച് കളിക്കാനൊന്നും തോന്നിയിട്ടില്ല? സ്കൂളിലെ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരായിട്ട് സ്കൂളിൽ നിന്ന് ഒരു കളി നടത്താൻ അങ്ങനെ? സ്കൂളിൽ വലിയ ഇത് കോർട്ടൊക്കെ ഉള്ള സ്ഥലമല്ലേ? സ്കൂളിൽ നിന്നല്ലേ അധികം എല്ലാം പഠിക്കുന്നത്. ആടെന്ന് പറയാ കളിച്ചിട്ടൊന്നുമില്ല. കള്ളത്തരം പറയാത്ത. അല്ല, നീ കളിക്കാരിയാന്നുള്ള ഉറപ്പല്ലേ? മാത്രല്ല ഒരു ട്രോഫി കിട്ടിയിട്ടില്ലേ? ഒരു ട്രോഫി ഉള്ളതല്ലേ? പിന്നെ ഒന്ന് കളിക്കാരിയാൻ തെളിയിച്ചല്ലേ? നമുക്കല്ലേ ഇതുവരെ കളിച്ചിട്ട് കപ്പൊന്നും കിട്ടാൻ. കപ്പ് കിട്ടാൻ മാത്രം കളിച്ചില്ലല്ലോ. അതുകൊണ്ടാ നല്ല കളിയൊന്നും കളിച്ചിട്ടില്ല. ഭാവിയിൽ നല്ല കളിയെല്ലാം തുടങ്ങണം. പണ്ട് ഇങ്ങനെ ഉണ്ടാവൂലേ? അതെന്താ നീ പറയാതെ? ഏത് പണ്ടത്തത്? ഞാൻ പറഞ്ഞില്ല, നമ്മക്ക് അങ്ങനെ പഠിക്കുമ്പോ അങ്ങനെ കളിക്കാൻ പറ്റിയ ആളെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അധികം നമ്മളിങ്ങനെ നമ്മള് പഠിക്കുമ്പോ പിന്നെ വീട്ടിൽ തന്നെയൊന്നുമില്ല, വീട്ടിലൊന്നും ഇല്ല. നമുക്കിങ്ങനെ കുടുംബത്തിലൊന്നും കളിക്കാറൊന്നുമില്ല. കളിക്കാൻ പറ്റി എന്താന്ന് വെച്ചാ ആരും ഇല്ല. നിങ്ങക്ക് പിന്നെ ഈ ഇത് പുറത്തുമില്ല ശ്രമിക്കാൻ പറ്റിയ ആരെങ്കിലും കളിക്കാൻ ഒന്നിക്ക് നമ്മളെ അങ്ങോട്ട് കളിക്കാൻ വിളിക്കണം, അല്ലെ നമ്മളെ വിളിച്ചാൽ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ അങ്ങനെയുള്ളൊരു അതെല്ലാം വരും. കള്ളത്തരം പറയുന്ന സംശയമുണ്ട്. അല്ലല്ല കാര്യത്തില് ഇല്ല, എന്തെങ്കിലും അല്ലേ പറയാൻ പറ്റൂ. പറയിപ്പിക്കാൻ എന്തെങ്കിലും ഇപ്പൊ നീ ഇത് ഉള്ളോണ്ടല്ലേ പറഞ്ഞില്ലെങ്കിൽ നീ പറയാം. അതുകൊണ്ടൊന്നും അല്ല, ഞാൻ പറഞ്ഞു കേട്ടെ. ഞാൻ പുറത്തെടുക്കും. ഞാൻ ചോദിക്കുന്നേ ഇത് വേറെ ഒന്നും അതിനുശേഷം പിന്നെ ഇത് ഇയാള് വന്നതിന് ശേഷം പിന്നെ ഇയാളെ പേരുള്ള കളി പിന്നെ ഇയാളെ അങ്ങനത്തെ അതുകൊണ്ട് കളിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളായതുകൊണ്ടാണ് എന്നെയും കൂടി കളിക്കാൻ വിളിക്കുന്നല്ലേ? എന്നാലും ഈ ഒരു കഴിഞ്ഞതിന് ശേഷം ഒരു ഞാൻ ആലോചിക്കുന്ന അതല്ല, ഇത്രയും ചെറുപ്പത്തിലേ കളി തുടങ്ങിയിട്ടും ഇത് കോർട്ടിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. കോർട്ടിന്റെ സൈഡ് ഇടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം പോട്ടലും ചെയ്തിട്ടൊന്നും ഇല്ല. നല്ല കോർട്ട് നല്ല കട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു കോർട്ടിന്റെ അവസ്ഥ. പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു കോർട്ടിന്റെ അവസ്ഥ. മതിയാ, ഇത്രയൊക്കെ മതിയാ.
ഇത്രയും മതിയായിരുന്നു. മതിയായി. ഇത് മതിയായി. കളിച്ചത് മറ്റേ പുറത്തേക്ക് ഉറപ്പെല്ലാം നോക്കിയിട്ട് എന്തായാലും ഇത് നിന്റെ പേര് ആദ്യം കളിച്ച ഓനെ സമ്മതിക്കണം. അന്നെ പിടിച്ചുകൊണ്ട് കളിപ്പിക്കില്ലേ? അതെന്നാലും ഇത് മൂത്താപ്പന്റെ മോളെങ്ങനെ കളിക്കും ഒരുമിച്ച്? നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല? നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല? അന്നേരം ശ്രദ്ധിച്ചിട്ടില്ലെന്ന് വെച്ചാൽ നമ്മള് ചെറിയ കുട്ടികളല്ലേ, കളിക്കുന്നതൊന്നും ശ്രദ്ധിക്കണ്ടേ? അല്ല, ഓൻ വലുതല്ലേ, നീ അല്ലേ ചെറുതോ. ഇത് കളിക്കുമ്പോ പിള്ളേർക്ക് പറ്റിയ കളിയെല്ലാം കണ്ടു കഴിഞ്ഞാല് ആരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല? കോർട്ടൊന്നുണ്ടോ? നിങ്ങള് റൂമിൽ ഓടിക്കളിച്ച് കളിച്ചതാ? പിന്നെ ആരും ശ്രദ്ധിക്കൂലല്ലേ, എന്നെ കുടുംബക്കാരും. ശരിക്കും അങ്ങനെയൊക്കെയാണ് ശരിക്കും. ഫസ്റ്റിലത്തെ രസം പിടിച്ച ആളെന്നല്ലേ കളിയില്. എന്തായാലും സ്കൂളിലും ഇത് കളി നടന്നിട്ടുണ്ടാവില്ല. സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാം കളിയോട് താല്പര്യമുള്ള ഒരാൾക്ക് എന്തായാലും സ്കൂളിൽ നിന്നെല്ലാം കളിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് കളിക്കേണ്ടത് വന്നിട്ടില്ല എനിക്ക്. പിന്നെ പറഞ്ഞാൽ മതി. എന്നാല് ഇല്ലാണ്ട് നോക്കൂല. ഞാൻ അറിഞ്ഞതിനെ വെച്ചിട്ട് എന്ത് എന്താകാനാ? ഞാൻ ഇതാരോടും പറയാനൊന്നും പോകുന്നില്ല. ഞാനിത് പറയാണ്ട് ഇതിങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും. രണ്ട് ടീം വരുന്നുണ്ട്, രണ്ടാൾക്കാർ വരുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോന്ന് ബാക്കി കേസ് പിന്നെ പറഞ്ഞു തരണേ. സ്കൂളിലെ കളീന്റെ പറഞ്ഞു തരണേ. എന്താ ഇൻട്രസ്റ്റ് അല്ലേ? ശരി.